കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിപ്പോൾ വേദശാസ്ത്ര പഠനം വളരെ ചുരുക്കമായ രീതിയിൽ നമ്മൾ എന്താണ് ഒരു സഭ വിശ്വസിക്കേണ്ടത്, ഒരു ക്രിസ്തീയ സഭ എന്താണ് വിശ്വസിക്കേണ്ടതെന്നുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ വ്യവസ്ഥാപിതമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും അതുപോലെ തന്നെ രക്ഷയെക്കുറിച്ചും ഉള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ, വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഐഡിയ ലഭിക്കുന്ന രീതിയിൽ നമ്മളിത് ചുരുക്കമായി പഠിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. അത് എക്ലീസിയോളജി, അല്ലെങ്കിൽ സഭയെ എങ്ങനെ, ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥ സഭ എങ്ങനെ കണ്ടെത്താം, ആ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഒരു സഭയുടെ പ്രകൃതം, ഒരു സഭയെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും, സഭ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്, ഒരു ചർച്ച് ഈ ലോകത്ത് എങ്ങനെയാണ് വിറ്റ്നസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത്, ഒരു സഭയിൽ അംഗമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എന്താണ്, നമ്മൾ നൽകേണ്ടത് എന്താണ്, ശരിക്കും എന്താണ് കർത്താവിൻ്റെ സഭ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടക്കുന്നത്. അതുകൊണ്ട് ഒരു സഭ നടത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്നും ദൈവികമായ കാഴ്ചപ്പാടുകളിലൂടെ ഒരു സഭ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വിഷയമാണിത്. കാരണം അനേകം സഭകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പല ഡിനോമിനേഷൻസിൽ അറിയപ്പെടുന്ന സഭകളുണ്ട്. ഇതെല്ലാം ഓരോരോ വ്യത്യസ്തമായ ഉപദേശങ്ങൾ പറയുന്നവരുടെ സഭകളുണ്ട്. അതുപോലെ തന്നെ ഒരേ ഉപദേശമാണെങ്കിലും നേതൃത്വം പലതായതുകൊണ്ടും ഒന്നിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ടും ഇങ്ങനെ മാനുഷികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ പൗലോസിൻ്റെ പക്ഷമായും അപ്പല്ലോസിൻ്റെ പക്ഷമായും കേഫാവിൻ്റെ പക്ഷമായും തിരിഞ്ഞിരിക്കുന്ന ഡിനോമിനേഷൻസും ഉണ്ട്. അപ്പോൾ പലതരത്തിൽ ഡിനോമിനേഷണൽ വ്യത്യാസങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലേതാണ് ക്രിസ്തീയ സഭ എന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. കാത്തലിക്സ് പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചർച്ചുകാർ പറയുന്നത് അവരാണ് ക്രിസ്ത്യൻ ചർച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവരെ അവരങ്ങനെ കരുതുന്നില്ല. പിന്നെ ആ ട്രഡീഷണൽ ചർച്ച് കഴിഞ്ഞ് താഴോട്ട് മറ്റ് ഏരിയയിലോട്ട് പോയി കഴിയുമ്പോഴേക്കും ആ പുതുതായിട്ട് വന്ന സഭകൾ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, അതുപോലെ ഇപ്പോഴുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ, പെന്തക്കോസ്റ്റ് ചർച്ചുകൾ, ബ്രദറൻ ചർച്ചുകൾ, ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇതിലേതാണ് യഥാർത്ഥ ചർച്ച്? പിന്നെ അനേകം ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ. അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് പോലും ഇല്ലാത്ത, എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ, എന്താണ് ഞങ്ങളുടെ ഡോക്ട്രിൻസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസ പ്രഖ്യാപനം, ആ സഭയുടേതായ ഒരു വിശ്വാസ പ്രഖ്യാപനം പോലും ഇല്ലാത്ത അനേകം കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങളെ സഭകളായി തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഇന്നുണ്ട്. പലതും പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. ഞായറാഴ്ച അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനാ കൂട്ടം മാത്രമേ ഉള്ളൂ. ക്രിസ്തു തലയായുള്ള ഒരു ആരാധനയിലേക്ക് അവർ പോകാതെ ജസ്റ്റ് പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ച് അവർ പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഇന്ന് സഭയ്ക്കുള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ലോകത്ത് ലഭിച്ച ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, കർത്താവ് നമുക്ക് തന്ന രക്ഷ ആഘോഷിക്കുന്ന ഒരു വിശ്വാസ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതിന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്ലീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് എന്നാണ് ഗ്രീക്കിൽ അർത്ഥം. ഔട്ട് ഓഫ് പീപ്പിൾ, ലാവോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്, പീപ്പിൾ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച വിശുദ്ധന്മാരുടെ സംഘത്തെയാണ് ശരിക്കും പുതിയ നിയമത്തിൽ സഭ എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിന്നും കർത്താവ് അവൻ പേര് ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തിയ സെപ്പറേറ്റഡ് കൂട്ടം, അതിനെയാണ് നമ്മൾ സഭ എന്ന വാക്കുകൊണ്ട് എക്ലാവോസ് അല്ലെ എക്ലീസിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു വിശുദ്ധന്മാരുടെ കൂട്ടമാണ്, കമ്മ്യൂണിറ്റി ഓഫ് സെയിൻസ് ആണ് വിശുദ്ധന്മാരുടെ കൂട്ടം. ഈ വിശുദ്ധന്മാരുടെ കൂട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചവരുടെ കൂട്ടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന അല്ല ഒരാൾ
ശരിക്കും ആ വിശുദ്ധിയിൽ പങ്കാളിയാകുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനാലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ മക്കളാകുവാൻ നിങ്ങൾക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു, അധികാരം ലഭിച്ചിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിക്കുന്ന. അപ്പോൾ ഓരോരുത്തരും സഭയുടെ ഒരു പൂർണ്ണ അംഗമാകുന്നത്, എല്ലാ എന്താ പറയുന്നത് ഫങ്ഷൻസുമുള്ളൊരു അംഗമായി മാറുന്നത്, ഒരു അവയവമായി മാറുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അങ്ങനെ സഭകൾ രൂപീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി എവിടെയാണോ ഒരു ദേശത്ത് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ ഉണ്ടായി വരുന്നത്, അവരെ നമുക്ക് സഭ എന്ന് പറയാം. അത് വിശുദ്ധന്മാരുടെ സംഘം എന്ന് നമുക്ക് പറയാം. 2 തരത്തിൽ സഭയെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്ന അദൃശ്യ സഭ. ഈ അദൃശ്യ സഭയിൽ ഇതുവരെ ലോകത്തിൽ ജനിച്ച് വിശ്വാസികളായ എല്ലാവരും ഉണ്ട്. അത് അവിടെ ജെനുവിൻ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ പോകുന്നവർ മാത്രമേ ഉള്ളൂ. ദൈവം നോക്കുമ്പോൾ, സ്വർഗത്തിൽ നോക്കുമ്പോൾ, അവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഏതാണ് സഭ, ആരൊക്കെയാണ് വിശ്വാസികളുടെ കൂട്ടം, അവരെയാണ് നമ്മൾ ഇൻവിസിബിൾ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ അദൃശ്യ സഭ. ഈ ദൈവത്തിൻ്റെ അദൃശ്യ സഭയിൽ അതൊരു പെർഫെക്റ്റ് ചർച്ചാണ്. അതിൽ മലിനതകളൊന്നുമില്ല, അതിൽ പാപികൾ, മാനസാന്തരപ്പെടാത്ത ഒരു പാപി പോലുമില്ല, അവിടെ വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരാൾ പോലുമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഇൻവിസിബിൾ ചർച്ചിൽ ഈ ലോകത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച ജീവിക്കുന്ന എല്ലാവരും അംഗങ്ങളാണ്. അതിനാണ് നമ്മൾ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്നത്. ഈ ഇൻവിസിബിൾ ചർച്ച് പ്രായോഗികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഒരു മിസ്റ്റീരിയസ് ആയിട്ട്, നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് അതൊരു മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇൻവിസിബിൾ ചർച്ചിലുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയുകയില്ല. വ്യക്തിപരമായ രക്ഷയുടെ ഉറപ്പ് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്നത് മതി, വിസിബിൾ ചർച്ചിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പല ആൾക്കാരും ഇന്നുണ്ട്. പല ആളുകൾ സഭ എന്ന ആ കാഴ്ചപ്പാടിനെ തന്നെ അംഗീകരിക്കാത്ത അനേക ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിലിരുന്ന് നല്ല വിശ്വാസികളായിട്ട് ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ ഇൻവിസിബിൾ ചർച്ചിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയും ഒരു ലോക്കൽ വിസിബിൾ കാണാവുന്ന ഒരു ചർച്ചിൽ അംഗമല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. കാരണം ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ എപ്പോഴും എന്തുകൊണ്ടാണ് വേറൊരു സഭയിൽ ചേരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഒരു സഭയും അദ്ദേഹത്തിന് പറ്റുന്നത്ര നല്ലതല്ല എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കൊണ്ടാണ് പല ആൾക്കാരും, എല്ലാവരും അല്ല, പല ആൾക്കാരും ഒരു സഭയിൽ ചേരാത്തത്. ഇപ്പോൾ ആ സഭയിൽ പോയാൽ ആ സഭ കൊള്ളില്ല, ഈ സഭയിൽ പോയാൽ ഈ സഭ കൊള്ളില്ല. അപ്പോൾ എനിക്ക് പറ്റിയ, എന്നെപ്പോലെ നല്ല ആൾക്കാർക്ക് പോയിരിക്കാൻ പറ്റിയൊരു സഭയില്ല എന്ന് വിശ്വസിക്കുന്നത് ഒരു സ്വയനീതീകരണമാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ നീതിമാനും, ആരുടെ കൂടെ ഇരിക്കാനും ആരുടെയും കൂടി ഇരിക്കാൻ മാത്രം പറ്റാത്തവനും എല്ലാത്തിലും നിന്ന് സെപ്പറേറ്റഡുമായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് സ്വയം ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ സഭകളൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന്. തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങളെ, സഭകൾ ലോകത്ത് വളരെ കുറവാണ്, ക്രിസ്ത്യ സഭകൾ വളരെ കുറവാണ്. പലപ്പോഴും പോകാൻ പറ്റാത്ത സാഹചര്യം ഇന്നുണ്ട്. കാരണം ഇന്ന് സഭകൾക്ക് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാൻ പറ്റുന്നില്ല, തലയെ പ്രതിനിധീകരിക്കാൻ പറ്റാത്ത സഭകളുണ്ട്. അനേക സഭകളിലും യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കാൻ, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത ചർച്ചകൾ അനേകമുണ്ട്. അവിടെ പോയിരുന്നിട്ട് ഒരു കാര്യമില്ല, അതൊരു ക്ലബ്ബ് പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കോർണറിലും, എല്ലാ തെരുവിലും യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന സഭകൾ, അത് ഏത് ഡിനോമിനേഷൻ ആയാലും നമുക്ക് ആവശ്യമാണ്. ഒരു സഭയെ വ്യത്യസ്തമാക്കുന്നത്, കർത്താവിൻ്റെ സ്വന്തമാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ് സഭയിൽ മുഴങ്ങേണ്ടത്, ആ ശബ്ദമാണ് ആ സഭയിൽ മുഴങ്ങേണ്ടത്. അപ്പോൾ ഇൻവിസിബിൾ ചർച്ച് മതി എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അത് ഖണ്ഡിക്കാൻ കഴിയും. കാരണം പൗലോസും പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും എല്ലാം ഇടപെട്ടത് ഇൻവിസിബിൾ ചർച്ചിനോടല്ല. അവരെല്ലാം ഇടപെട്ടത് ഓരോ ദേശത്തും കർത്താവ് സ്ഥാപിച്ച വിസിബിൾ ചർച്ചസിനോടാണ്. പ്രിയ സഹോദരങ്ങളെ, അന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി ഒറ്റയ്ക്ക് മതി, ഞാനില്ല, ഞാൻ ഇൻവിസിബിൾ ചർച്ചിൽ ഭാഗമാണ്, ഞാൻ കൊരിന്ത് സഭയിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ എഫെസസിലെ സഭയിലൊന്നും പോകുന്നില്ല, കൊരിന്ത് സഭ ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ പറയുന്ന കത്തുകളൊന്നും, ഈ അപ്പോസ്തലിക ശുശ്രൂഷകളൊന്നും അവർക്ക് ലഭിക്കുകയില്ലായിരുന്നു. അവരൊരു ഐലൻഡായിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും താമസിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹെൽത്തി സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുമായിരുന്നില്ല. അത് 1-ാം നൂറ്റാണ്ടിലെ പോലെ തന്നെയാണ് ഇന്നും. ഒറ്റയ്ക്കിരിക്കുന്ന വിശ്വാസികൾക്ക് ആത്മീക വളർച്ചയ്ക്ക് വളരെ വളരെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുന്നതിന് വേണ്ടി 3:20-21 വാക്യങ്ങൾ, 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഉയരവും വീതിയും ആഴവും അറിയുന്നത് എങ്ങനെ അറിയേണ്ടതിനാണ്? സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടതിനാണ്. അപ്പം ശരിക്കും നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തുമാത്രം
കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ വളർച്ചയാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ഇടയിൽ ദുഷ്ടന്മാരായ അല്ലെങ്കിൽ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത സഹോദരങ്ങൾ, ദുഷ്ടന്മാരായ സഹോദരന്മാരെന്ന് നല്ല പ്രയോഗമല്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സുകൊണ്ട് എഗ്രി ചെയ്യാൻ പറ്റാത്ത സഹോദരന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അവരെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് ശരിക്കും കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ എന്തുമാത്രം വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ശരിക്കും ഒരു സഭയിൽ എല്ലാത്തരം ആൾക്കാരും വേണം. ഒരു വിസിബിൾ ചർച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയാണ്, നമ്മുടെ സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ക്രിസ്തുവിനുണ്ടായിരുന്ന ക്വാളിറ്റീസാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസിബിൾ ചർച്ചിനെ അവഗണിക്കരുത്. കാരണം വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിസിബിൾ ചർച്ചസ് ഓരോ ദേശത്തുമുള്ള കാണപ്പെടുന്ന സഭകൾ, അതിനകത്ത് എല്ലാ മലിനതകളും ഉണ്ട്. ചില സഭകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത മലിനതകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കർത്താവിൻ്റെ സഭകളായിട്ട് തന്നെ കർത്താവ് കാണുന്നു. ക്രിസ്തുവിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന സഭകളെ അങ്ങനെ തന്നെയാണ് കർത്താവ് കാണുന്നത്. അവിടെ എല്ലാം മിസ്റ്റേക്കുകളുണ്ട്, ഇല്ലാത്തൊരു സഭയുമില്ല. പക്ഷേ സ്റ്റിൽ ചർച്ച് ഈസ് എസെൻഷ്യൽ. ഒരു ലോക്കൽ ചർച്ചിൽ നിങ്ങൾ അംഗമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ചർച്ച എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി മുതൽ മുമ്പോട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഏത് ചർച്ചിൽ പോയിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ചർച്ചിലെ പാർട്ടിസിപ്പേഷൻ, ഏത് തരത്തിലുള്ള ചർച്ചിലെ പാർട്ടിസിപ്പേഷനാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് വളരാനും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാനും ക്രിസ്തുവിൻ്റെ ജീവനുള്ളവരായി തീരുവാനും നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഒരു ചർച്ചിൻ്റെ യഥാർത്ഥ അടയാളങ്ങൾ? ഒരു മാർക്സ് എന്ന് പറയും. ഒരു ചർച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് കർത്താവിൻ്റെ സഭയാണ് എന്നെങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ, അതായത് നമുക്കറിയാം 4 സുവിശേഷങ്ങളുടെ കർത്താവ് നമ്മളോട് പ്രമാണിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പോൾ യേശു കർത്താവ് എന്ത് നമ്മളോട് കൽപ്പിച്ചോ അത് പ്രമാണിക്കത്തക്ക രീതിയിലുള്ളൊരു ഉപദേശം ഓരോ സഭയിലും ഉണ്ടാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതിനെ വേറൊരു ഭാഷ പറഞ്ഞാൽ റൈറ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ ശരിയായ പ്രകാശനം. ഇത് ഒരു യഥാർത്ഥ ക്രിസ്തീയ സഭയുടെ ഒന്നാമത്തെ അടയാളമാണ്. അവിടെ ക്രിസ്തു വചനത്തിലൂടെ വെളിപ്പെട്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ പഠിപ്പിക്കുക? കാരണം യേശുക്രിസ്തു പഠിപ്പിച്ച നീതി എന്ന് പറയുന്നത് എളുപ്പമല്ല നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുന്നത്. ലേഖനങ്ങളിലൂടെ പൗലോസ് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് അപ്പോസ്തലന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിന് അനുസരണം വരുന്നത്, എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ ദൈവിക നീതി നമ്മുടെ അവയവങ്ങളിലേക്ക് വരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് നീതിയുടെ പ്രസൻറ്റേഷനും ലേഖനങ്ങൾ എന്ന് പറയുന്നത് നീതിയിലേക്കുള്ള നമ്മുടെ കൈപിടിച്ച് നടത്തലുമാണ്. ഇത് രണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഉപദേശം, അതായത് എന്താണ് നീതി, അതിലേക്ക് എങ്ങനെ എത്താം, മാനുഷികമായിട്ട് എത്താൻ പറ്റാത്ത ദൈവനീതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കർത്താവ് എങ്ങനെയാണ് വിശ്വാസം എന്ന വഴി തുറന്നിരിക്കുന്നത്, ആ വിശ്വാസത്തിലൂടെ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ നീതിയിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളാണ് ഈ ലേഖനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് എന്നുള്ളത് ഓരോ സഭയുടെയും ഒരടയാളമാണ്. ഇന്ന് സഭകളിൽ പോയിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ പല പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഭംഗിയുള്ള പ്രസംഗങ്ങളാണ്. എല്ലാറ്റിലും നല്ല കഥകളൊക്കെ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രസംഗം വളരെ ഇഷ്ടമായിരിക്കും. എന്തറിവാണ് ഈ പാസ്റ്ററിന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് സൈക്കോളജി, ഫിലോസഫി ഇതെല്ലാം ചേർത്ത് വചനം വ്യാഖ്യാനിക്കുന്നത്, നല്ല വ്യാഖ്യാന ശാസ്ത്രം ഉപയോഗിച്ച്, നല്ല ഹൊമിലറ്റിക്കൽ മെത്തേഡ്, അതായത് പ്രസംഗിക്കാനുള്ള ശാസ്ത്രം ഉപയോഗിച്ച് നല്ലപോലെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പ്രസംഗിച്ചാലും നിങ്ങളുടെ വാക്കുകൾ ക്ലിയർ ആയില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? ലേഖനങ്ങൾ, അപ്പോസ്തലന്മാർ ആദിമകാല സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ സഭയിൽ വായിക്കപ്പെടുന്നുണ്ടോ, പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? ക്രിസ്തു നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കാൻ തക്കവണ്ണമുള്ള ഉപദേശം സഭയിലുണ്ടോ? ഇത് വളരെ പ്രധാനമാണ്. റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് സംഭവിച്ചിരിക്കുന്നൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഏത് വചനം ബൈബിളിൽ നിന്ന് എടുത്താലും, ഇന്നൊരു ചർച്ച ചെന്നിരുന്ന് ഏത് വചനം എടുത്താലും ഒറ്റ വിഷയത്തിലേക്കാണ് അത് അവസാനം ചെന്ന് ചേരുന്നത്. ഇന്ന് എക്സിസ്റ്റൻഷ്യൽ വിഷയങ്ങളാണ്. ഞാനത് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം, കാത്തു സൂക്ഷിക്കുന്ന ദൈവം, ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകാതെ നോക്കുന്ന ദൈവം. ഈ ഒരു റെവലേഷനാണ് വീണ്ടും സഭകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. ഇതൊരു വലിയ പ്രോബ്ലമാണ്. ക്രിസ്തു ആരാണെന്നോ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് എങ്ങനെ പോകാമെന്നോ പറയുന്നതിന് പകരം നമ്മുടെ വഴിയിലേക്ക് ക്രിസ്തുവിനെ എങ്ങനെ ഇറക്കിക്കൊണ്ടുവരാം എന്നുള്ള പഠിപ്പിക്കലുകളായി പോയതുകൊണ്ട് ഈ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇന്ന് മിക്കവാറും സഭകളിൽ നടക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്,
നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങൾ പോലെയാണ് ഇന്നത്തെ സഭകൾ. കുറേ വിഷയങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. കുറേ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നില്ല, അതിങ്ങനെ കിടക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ ഒന്ന്. ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായി സഭായോഗങ്ങളും പ്രാർത്ഥനാ യോഗങ്ങളും എല്ലാം മാറിയിരിക്കുന്നു. അവിടെ യേശു ക്രിസ്തു അപ്രസക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനർത്ഥം എന്താണ്? എങ്ങനെയാണ് യേശു ക്രിസ്തു ഒരു സഭയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് നോ റൈറ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് വുഡ് ബി മിസ്സിങ് വെരി സൂൺ. അത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഉപജീവന ചിന്തകളിൽ കലങ്ങിയാൽ കുരുങ്ങിയാൽ, അതിനെക്കുറിച്ച് എല്ലാ പ്രൊഫസീവ് ഉപജീവന ചിന്തകളെക്കുറിച്ച് എല്ലാ നീതിയും എല്ലാ പ്രസംഗങ്ങളും നമ്മൾ ഉൽപ്പത്തി നടത്താലും വെളിപ്പാടി നടത്താലും അതെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ അനുദിന സന്ധാരണത്തെക്കുറിച്ച്. വർഷിപ്പ് ചെയ്യാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇന്നലെ നടത്തിയ ദൈവം, മിനിയാൻ നടത്തിയ ദൈവം, കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം. ഇതല്ലാതെ രക്ഷയെക്കുറിച്ച് ഒന്നും പറയാതെ, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും പറയാതെ, പഠിപ്പിക്കാതെ എത്രയോ സഭകൾ വിത്തൗട്ട് ദ റൈറ്റ് പ്രീച്ചിങ്. അപ്പോൾ ഈ പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ക്രിസ്തുവിലേക്ക് എത്താത്ത സഭകളെ നമുക്ക് സഭകളെന്ന് വിളിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥനാ കൂട്ടങ്ങളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ദൈവം കേൾക്കും. ചില സഭകളിലൊക്കെ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. എന്താണെന്നറിയോ? ആ പാസ്റ്റർക്ക് എന്തോ സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത കൊണ്ട് അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഈ പാസ്റ്ററുടെ മധ്യസ്ഥത കൊണ്ട് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രത്യേക ഒരു സ്റ്റാൻഡ് ദൈവത്തിന് മുമ്പിൽ ഈ പാസ്റ്റർക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ഇങ്ങനെയാണ് മതം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കൾട്ടുകളിൽ വലിയൊരു പങ്കും ക്രിസ്തുവിനെ ഉയർത്തുന്നതല്ല, ഒരു പാസ്റ്ററുടെ പവറിനെ ആധാരമാക്കി നിലനിൽക്കുന്നതാണ്. ആ പാസ്റ്റർക്ക് പ്രാർത്ഥനാ വരമുണ്ടെന്ന് നിങ്ങൾ പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ പുറകെ പോകുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് സഭ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഒരു സഭയാണെങ്കിൽ അവിടെ പുതിയ നിയമ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കും. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നത്, എങ്ങനെയാണ് ആത്മാവിൽ നിറയുന്നത്, എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കുന്നത്, എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത്, ഈ തേജസ്കരിക്കപ്പെടുന്നത്, ഇത് യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുന്നത് എങ്ങനെയാണ്, കർത്താവ് ഈ ഭൂമിയെ നോക്കിയവരെ ലോകത്തെ നോക്കിയതുപോലെ നമുക്ക് നോക്കാൻ നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത്, ആത്മാവിൽ വളരേണ്ടത് എങ്ങനെ, വചനത്തിൽ വളരേണ്ടത് എങ്ങനെ, പരസ്പരം വളരേണ്ടത് എങ്ങനെ, ഇതൊന്നും പഠിപ്പിക്കാതെ, ദ റൈറ്റ് വേർഡ് കൊടുക്കാതെ നമ്മൾ കുറച്ച് സന്മാർഗ ഉപദേശവും പഴയ നിയമവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, പഴയ നിയമം പ്രസംഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ പഴയ നിയമം യഹൂദന്മാർ വായിച്ച പോലെ വായിക്കരുത്, അത് യേശുവിൻ്റെ അപ്പോസ്തലന്മാർ വായിച്ചതുപോലെ വായിക്കണം. അത് ആത്മാവുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പഠിപ്പിക്കലില്ലാത്ത സഭകൾ അനേകമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒരു സഭ യഥാർത്ഥ സഭയാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം അവിടെ ഉണ്ടാകണം. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പഠിപ്പിക്കലുകളിലൂടെയാണ് ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് ഒരു സഭയുടെ അടിസ്ഥാനം. നമ്മൾ അപ്പോസ്റ്റോലിക് ഡോക്ട്രിനിലേക്ക്, ഉപദേശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ ആ സഭയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ പഴയകാലത്ത് അപ്പച്ചന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? നിങ്ങൾ പലപ്പോഴും അങ്ങനത്തുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ, ആ വല്യപ്പൻ ചെറുപ്പകാലത്ത് കർത്താവിനോട് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. അതിൽ വഴിനീളം പോയി പ്രസംഗിക്കുമായിരുന്നു, അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുക്കുമായിരുന്നു, പാവങ്ങളെ സഹായിക്കുമായിരുന്നു, പിന്നെ വിശ്വാസ ജീവിതമായിരുന്നു, ആശുപത്രി പോലും പോകില്ലായിരുന്നു, ഒരു ഷർട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടപ്പോൾ സന്തോഷമായല്ലോ, അത്രയേ ഉള്ളൂ. നിങ്ങളത് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല, അത് ചെയ്തിട്ടും കാര്യവുമില്ല. കാരണം അപ്പോഴും ഹൃദയം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം മാനുഷികമായ നീതിപ്രവൃത്തികളെക്കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്തെ മാനുഷികമായ നീതിപ്രവൃത്തികൾ അവരുടെ നല്ല മാതൃകകളാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശരിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പരിവർത്തനം നടത്തുന്ന കാര്യം ആലോചിച്ച് നമുക്ക് അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. അത് വേറൊരാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതിനെ ഒന്നും ആധാരമാക്കിയുള്ളതല്ല. പ്രിയ സഹോദരങ്ങളെ, അവരുടെ സാക്ഷ്യങ്ങൾ പറയുന്നതല്ല ശരിക്കും, അവരിൽ നിന്ന് പോലുമല്ല, നമ്മൾ ക്രിസ്തുവിൽ നിന്നാണ് പ്രാപിക്കുന്നത്. ആ വചനമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അവരെ നടത്തി എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് കുറച്ച് നല്ല ആൾക്കാരുണ്ടായാൽ പോരാ, കുറച്ച് നല്ല ജീവിതമുള്ളവരുണ്ടായാൽ പോരാ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കുറേ ത്യാഗികളായ ആൾക്കാരൊരു സഭയിലുണ്ടായാൽ പോരാ, സഭയായില്ല. നല്ല ജീവിതം മതി ബ്രദറെ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ വചനമുണ്ടാകണം. വചനമുണ്ടായെങ്കിൽ മാത്രമേ നല്ല ജീവിതം ഉണ്ടാകൂ, നല്ല അടിസ്ഥാനം ഉണ്ടാകൂ, തലമുറകളോളം നിലനിൽക്കുന്ന അടിസ്ഥാനമുള്ളൊരു സഭ ഉണ്ടാവുകയുള്ളൂ. പഴയകാലത്ത് പൂർവികർ നല്ലപോലെ ജീവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. കാരണം അവരാരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല, അവരുടെ ആത്മാവൊന്നും നമുക്ക് ലഭിക്കുകയുമില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാതെ വേറൊരു ആത്മാവിനാൽ നമുക്ക് നിറയാൻ സാധിക്കുകയില്ല. അവൻ്റെ നീതി അല്ലാതെ വേറൊരു നീതിയുമില്ല. അതുകൊണ്ട് നമ്മുടെ നല്ലപോലെ ഇപ്പം നിങ്ങളൊരു പുതിയ സഭ തുടങ്ങി, ഇപ്പോൾ ഒരു സഭയും പറ്റിയല്ലെന്ന് മനസ്സിലാക്കി ഒരു പുതിയ സഭ തുടങ്ങി നിങ്ങൾ ഭയങ്കര നീതിമാനാണ്, പൈസ വാങ്ങിക്കില്ല, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, പ്രാർത്ഥനയാണ്, എല്ലാമാണ്. പക്ഷെ എന്താ പ്രശ്നം? ഈ പുതിയ തലമുറ ഉണ്ടായി വരുമ്പോൾ അവർക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനൊരാളുണ്ടായിരുന്നു, വളരെ ഡീസൻ്റ് ആയിരുന്നു. ഞങ്ങൾ അത്രയൊന്നും പറ്റത്തില്ല,
തീർന്നു. ആ ചർച്ച അത്രയേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന ഫൗണ്ടേഷൻ വീഴുന്നില്ല, ഈ അപ്പച്ചന്മാരുടെ ഫൗണ്ടേഷനാണ് വീഴുന്നത്. ഇന്ന് മിക്കവാറും സഭകളിലും പണ്ടത്തെ അപ്പച്ചന്മാർ മര്യാദയ്ക്ക് ജീവിച്ചു, ഭയങ്കര വിശുദ്ധരായിട്ട് ജീവിച്ചു എന്ന ആ ഒരു അടിസ്ഥാനം മാത്രമേ വീഴുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ എന്നുള്ളൊരു ഫൗണ്ടേഷൻ വീഴുന്നതേ ഇല്ല. ഇത് പാരമ്പര്യ സഭകളിൽ. പുതിയ ജനറേഷൻ സഭകളിലാണെങ്കിൽ അതുപോലുമില്ല. പുതിയ ജനറേഷൻ സഭകളിൽ ആകെ വീഴുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാസ്റ്റർക്ക് ഭയങ്കര അനോയിൻറ്റിങ് ആണ്, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, ഞങ്ങളെല്ലാവരും അനോയിൻറ്റിങ്ങിൻ്റെ നിറവിന് കീഴിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ഈ പാസ്റ്റർ വരണം, ആ അംബ്രല്ലയുടെ കീഴിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത് ബൈബിളല്ല, ഇത് ക്രിസ്തു അല്ല, ഇത് വേറൊരു ക്രിസ്തുവാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വേറൊരു ക്രിസ്തു, വേറൊരു അഭിഷിക്തൻ, വേറൊരു മെശിഹ. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എ ട്രൂ ചർച്ച് എന്ന് പറയുന്നത് മത്തായി ചേട്ടൻ്റെ പേരിലും അവരുടെ പേരിലും എന്താ പറയുന്നത് അന്ത്രയോസ് ചേട്ടൻ്റെ പേരിലും കൂടുന്ന സംഘങ്ങളല്ല, അത് സഭകളല്ല, അതൊരു പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. അത് വ്യക്തി ആരാധനയിൽ ബേസ് ആയിട്ടുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ആരുടെയും പേരിലുള്ളതല്ല. യേശുക്രിസ്തുവിൻ്റെ സഭ ആരുടെയും സ്വന്തമല്ല, അത് കർത്താവിൻ്റെ സ്വന്തമാണ്. കർത്താവ് തലയായിരിക്കുന്ന സംഘത്തെയാണ് നമ്മൾ സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൈറ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു സഭയെ സംബന്ധിച്ച്. നിങ്ങളുടെ സഭയിൽ അപ്പോസ്തലിക ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, റോമാലേഖനം തൊട്ടുള്ള പാഠങ്ങൾ, പുതിയ നിയമത്തിലെ കാര്യങ്ങൾ, സുവിശേഷം, ഇതെല്ലാം ഇനി പഴയ നിയമം വായിക്കുമ്പോൾ പോലും അത് ക്രിസ്തുവിലേക്ക് എത്തുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാ പ്രാവശ്യം നോട്ട് ചെയ്യും, എല്ലാ സൺഡേ നോട്ട് ചെയ്യും, അതൊരു ക്രിസ്ത്യൻ ചർച്ചാണോ നമുക്ക് വളരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കൾട്ട് ചർച്ചിൽ പോയിരുന്നു, യഹോവ സാക്ഷികളുടെ ചർച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്ന പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ഇത് ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മെസ്സേജ് കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പെന്തക്കോസ് ചർച്ചിൽ ഇന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ, ഇന്ന് പുതിയ ചർച്ചകളിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല. അവിടുത്തെ പാസ്റ്റർ, അവിടുത്തെ അത്ഭുത വർക്കുകൾ, അവിടുത്തെ പണികൾ, അവിടുത്തെ പരിപാടികൾ, പ്രോഗ്രാമുകൾ, ഇതിനെക്കുറിച്ച് മാത്രമേ കേൾക്കാനുള്ളൂ. ദ റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ഉപദേഷ്ടാക്കന്മാരുടെ കൃപാവരം ഉള്ളവർ സഭകളിൽ ഉണ്ടാകണം. പലരും ഉണ്ട്, പക്ഷേ അവരെ അനുവദിക്കാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഒന്ന് റൈറ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡാണ്. പിന്നെ രണ്ടാമത് റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സാക്രമെൻറ്റ്സ്. ഇത് നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ ഈ അടുത്ത ദിവസങ്ങളിൽ കാണും. 2 സാക്രമെൻറ്റ്സ് ആണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സാക്രമെൻറ്റ്സ് ആയിട്ട്, അതായത് രക്ഷയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ നമുക്ക് വിളിക്കാം. അനുഷ്ഠാനങ്ങൾ രണ്ടെണ്ണമേ ഉള്ളൂ. അതൊന്ന് സ്നാനവും മറ്റൊന്ന് അപ്പനുറുക്കലുമാണ്. ഇത് രണ്ടിനും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുമായി പങ്കുണ്ട്. 2 രക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. സ്നാനപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ്. അപ്പം നുറുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും രക്ഷയുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇപ്പം കാത്തലിക് ചർച്ചുകളെ പോലെ ചർച്ചകൾ 7 കൂദാശകളെക്കുറിച്ച് പറയുന്നു. അത് ഒന്നും തന്നെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ആ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് സ്നാനം, മറ്റൊന്ന് അപ്പം നുറുക്കൽ. ഇത് മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണവുമായും പുനരുത്ഥാനവുമായും നമ്മുടെ വീണ്ടെടുപ്പുമായും ഡയറക്റ്റായിട്ട് ബന്ധമുള്ള അനുഷ്ഠാനങ്ങൾ. ഇത് മാത്രമേ ബൈബിളിൽ നമ്മൾ കാണുന്നുള്ളൂ. അവർ വിവാഹത്തെ വരെ ഒരു അനുഷ്ഠാനമായിട്ടാണ്, കൂദാശയായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ ഒരു അപ്പോസ്തലനോ അല്ലെങ്കിൽ സഭയിലൊരു ശുശ്രൂഷകനോ ഒരു വിവാഹം കഴിപ്പിക്കാൻ പോയതായിട്ട് പോലും കാണുന്നില്ല. പത്രോസോ പൗലോസോ ഏതെങ്കിലും വിവാഹം നടത്തിയതായിട്ട് പോലും നമുക്കൊരു മാതൃകയില്ല. അപ്പം ബൈബിളിന് വെളിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കൂദാശകൾ, ഇതിനെല്ലാം കൂദാശകളായിട്ട് പരിഗണിക്കും. ശരിക്കും 2 അനുഷ്ഠാനങ്ങളാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് രക്ഷയുമായി ബന്ധമുള്ള, അതിനെയാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ കർത്താവ് സ്വന്തം രക്തം നൽകി രക്ഷിച്ച ആ ഒരു രക്ഷയുടെ അനുഷ്ഠാനങ്ങളാണ് സ്നാനവും അപ്പം നുറുക്കലും. ഇത് രണ്ടും റൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ഓർഡിനൻസസ്, അതും ഒരു സഭയുടെ അടിസ്ഥാനമാണ്. നമ്മൾ വചനം പ്രസംഗിക്കുക മാത്രമല്ല, ഓർഡിനൻസസിൻ്റെ കറക്റ്റായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഇത് നൽകപ്പെടേണ്ടത് എന്ന് വേദപുസ്തകം എന്ത് പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നൽകപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അനുഷ്ഠാനമുണ്ട്, സ്നാനമുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. അതിന് വേദപുസ്തകത്തിലൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ദൈവത്തിൻ്റെ ഹിതമുള്ള അനുഷ്ഠാനമായി മാറുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം വിശദമായിട്ട് ചിന്തിക്കാവുന്നതാണ്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ, ചർച്ചായിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബോഡി, കർത്താവിൻ്റെ ഒരു ശരീരം, കർത്താവിൻ്റെ ശരീരമായി ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കണം ഒരു സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ശരീരത്തിന് അവയവങ്ങളുള്ളതുപോലെ കർത്താവിൻ്റെ സഭയ്ക്കും അവയവങ്ങൾ, ഫങ്ഷൻ ചെയ്യുന്ന അവയവങ്ങൾ ഉണ്ടാകണം. സാധാരണഗതിയിൽ മിക്കവാറും ചർച്ചകളിലും ഒരു പാസ്റ്റർ മാത്രമേ ഉള്ളൂ ഈ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ ഇരിക്കുക ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വികാരി അച്ഛനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു
ആ അഡ്മിനിസ്ട്രേഷന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ വരുന്നു, കാണുന്നു, പോകുന്നു, ഇരിക്കുന്നു, കാണുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പൈസ കൊടുക്കാണ്ട് കൊടുക്കുന്നു, അതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും കർത്താവിൻ്റെ സഭയെന്ന് പറയുന്ന ഒരു ശരീരമാണ്. ആ ശരീരത്തിൽ ആ സഭയെ കൂട്ടിയിണക്കുന്ന ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഓരോ അവയവങ്ങൾക്കും ദൈവം നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷനുണ്ട്. ഈ ഫങ്ഷൻ ഇല്ലാത്ത ഒരവയവവും ഒരു സഭയിലുമില്ല. അപ്പോൾ ഒരു യഥാർത്ഥ സഭയുടെ ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും ഇണക്കത്തിൽ, താളത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ ഒരു വലിയ ശുശ്രൂഷയിൽ അവരുടെ പങ്ക് വഹിക്കുന്നതിനുള്ള ഒരു റോളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇടയ ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഈ രണ്ടും അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത്തിരി കൂടെ വിശദമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഒരു സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ അന്വേഷണം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏത് ഡിനോമിനേഷൻ ആയാലും അവിടെ ഈ കാര്യങ്ങൾ നടക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കൂട്ടമായി ഒന്നിച്ച് അങ്ങയെ ഉയർത്തുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, തലയായി അങ്ങയെ വാഴ്ത്തുവാൻ ഞങ്ങൾക്ക് ഒരു സഭ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അത് തെറ്റാണെങ്കിൽ ദൈവമേ, ഞങ്ങൾ അങ്ങയെ പ്രോപ്പറായിട്ട് വർഷിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്താണ് വചനത്തിൽ ഞങ്ങളോട് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് സുഗ്രാഹ്യമായും വ്യക്തമായും മനസ്സിലാകുവാൻ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നുനാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും. ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ